സംഘടനയായ നന്മയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന സന്തോഷകരമായ ഒരു ദിനമാണ് 2024 സെപ്റ്റംബർ മാസം 4-ാം തീയതിയായിരുന്നു. നേരത്തെ സമർപ്പിച്ച നിവേദനങ്ങൾ ഇന്ന് ബന്ധപ്പെട്ട മന്ത്രിമാർ അംഗീകരിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇന്ന് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളത്തിലെ കലാകാരന്മാരിൽ നിന്ന്, നന്മയുടെ കലാകാരന്മാരിൽ നിന്ന് സമാഹരിച്ച 5,60,250 രൂപ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കാൻ കഴിഞ്ഞെന്നുള്ളത് ഏറെ സന്തോഷം. മറ്റൊന്ന്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ കൊടുത്ത നിവേദനം അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി പോലും ചേരാൻ വീണ്ടും ഒരു അവസരം നൽകാമെന്നുള്ളത് തത്വത്തിൽ നേരത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിലും അതിന് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ഉത്തരവ് ഉടൻ ഇറക്കും എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. 2, ഈ പെൻഷൻ വാങ്ങിക്കുന്ന കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് വർഷത്തിൽ നൽകേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ ആ താമസിച്ച കാലത്തേക്കുള്ള പെൻഷൻ കൊടുക്കില്ല എന്നുള്ള തീരുമാനം പുനഃപരിശോധിക്കാനും അവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് മുൻകാല പ്രാബല്യത്തോടെ അത് കൊടുക്കാനും അദ്ദേഹം ഉത്തരവായിരിക്കുന്നു. ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നന്മയുടെ സമരത്തിന് അർത്ഥമുണ്ടായിരിക്കുന്നു. അത് വിജയിച്ചു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. പോരാട്ടം നമുക്ക് തുടരാം.